ഉത്തരേന്ത്യയിലെ തിരക്കേറിയ ഒരു വ്യവസായ നഗരം. പുകമഞ്ഞും യന്ത്രങ്ങളുടെ ശബ്ദവും നിറഞ്ഞ ആ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ലെക്സ് ലൈഫ് എന്ന ആഡംബര ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ആ കെട്ടിടത്തിന്റെ ചില്ലുവാതിലുകൾക്കപ്പുറം മറ്റൊരു ലോകമാണ്. അവിടെ കാറ്റടിക്കുന്നത് പോലും എയർ കണ്ടീഷണറുകളുടെ തണുപ്പിലാണ്. ഒരു സാധാരണക്കാരൻ തന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചാലും അവിടെ ചികിത്സിക്കാനുള്ള പണം തികയില്ല. പണമില്ലാത്തവർക്ക് ആ ആശുപത്രിയുടെ നിഴൽ പോലും നിഷിദ്ധമായിരുന്നു. ആ ആഡംബര ആശുപത്രിക്ക് തൊട്ടു മുന്നിൽ പൊടി പിടിച്ച റോഡരികിൽ ഒരു പഴയ തകര ഷെഡുണ്ട്. അതായിരുന്നു വിശ്വനാഥ പാണ്ഡെയുടെ ചായക്കട. നഗരത്തിലെ വലിയ ഡോക്ടർമാരും ബിസിനസ്സുകാരും അവിടെ ചായ കുടിക്കാൻ വരും. വിശ്വനാഥന്റെ സഹായിയായി കൂടെയുള്ളത് അവന്റെ മകൻ ആര്യനാണ്. 21 വയസ്സുകാരനായ ആര്യൻ പാണ്ഡെ ആ ചായക്കടയിലെ ഒരു സാധാരണ ജോലിക്കാരൻ മാത്രമായിരുന്നില്ല. ആര്യന്റെ ജീവിതം രണ്ട് തട്ടിലായിരുന്നു. ഒരു കൈയിൽ ചായ ഗ്ലാസുകൾ നിറച്ച ട്രേ ഇരിക്കുമ്പോൾ അവന്റെ മറുകൈ എപ്പോഴും കട്ടിയുള്ള മെഡിക്കൽ പുസ്തകങ്ങൾക്കിടയിലായിരിക്കും. അവൻ നഗരത്തിലെ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. സ്കോളർഷിപ്പ് കൊണ്ടാണ് അവൻ പഠിക്കുന്നത്. പകൽ കോളേജിൽ പോകും, വൈകുന്നേരം അച്ഛനെ സഹായിക്കും. ചായക്കടയിലെ മങ്ങിയ വെളിച്ചത്തിലിരുന്ന് അവൻ ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സങ്കീർണമായ ശസ്ത്രക്രിയകളെക്കുറിച്ചും പഠിച്ചു. ആര്യ, ഈ ചായ 2 ഗ്ലാസ് ആ സാറുമാർക്ക് കൊടുക്ക്, വിശ്വനാഥൻ വിളിച്ചു പറയും. ആര്യൻ പുസ്തകം മാറ്റിവെച്ച് ഓടിച്ചെല്ലും. അവൻ ചായ കൊടുക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അവന്റെ മുഷിഞ്ഞ വസ്ത്രങ്ങൾക്കും ചായക്കറ പുരണ്ട കൈകൾക്കും അപ്പുറം ലോകം കണ്ടിട്ടില്ലാത്ത ഒരു മഹാപ്രതിഭ ഉണ്ടെന്ന്. ഒരു ദിവസം വിശ്വനാഥൻ മകന്റെ പഠനത്തോടുള്ള താല്പര്യം കണ്ട് കണ്ണു നിറഞ്ഞു പറഞ്ഞു, മോനെ, എന്റെ ആയുസ് മുഴുവൻ ഈ ചായപാത്രങ്ങൾക്കിടയിൽ തീർന്നു. പക്ഷെ നിന്റെ കൈകൾക്ക് പുണ്യം കിട്ടണം. നീ ആ വലിയ ആശുപത്രിയിലെ വലിയ ഡോക്ടറാവണം. പാവങ്ങളെ നീ കൈവിടരുത്. ആര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തീർച്ചയായും അച്ഛാ, ഒരു ദിവസം ഞാൻ അവിടെ ചായയുമായല്ല സ്റ്റെതസ്കോപ്പുമായി പോകും. എന്നാൽ വിധി അവനെ കാത്തിരുന്നത് മറ്റൊരു രൂപത്തിലായിരുന്നു. നഗരത്തിലെ അധോലോകത്തിന്റെ രാജാവ് എന്നറിയപ്പെടുന്ന താക്കൂർ പ്രതാപ് സിംഗ് ആ ദിവസം തന്റെ ആഡംബര കാറിൽ ആശുപത്രിയിലേക്ക് വരികയായിരുന്നു. പെട്ടെന്ന് ആശുപത്രിയുടെ മുന്നിൽ ഒരു നിശബ്ദത പടർന്നു. താക്കൂറിന്റെ കാർ വേഗത്തിൽ വന്നു നിന്നു. നെഞ്ചിൽ കൈ അമർത്തിപ്പിടിച്ച് വിയർത്തു കുളിച്ച താക്കൂർ കാറിൽ നിന്നിറങ്ങി. മരണം മുന്നിൽ കണ്ട ഒരാളുടെ പരിഭ്രാന്തി ആ കണ്ണുകളിലുണ്ടായിരുന്നു. താക്കൂർ പ്രതാപ് സിംഗിനെ കണ്ടതും ആശുപത്രിയിൽ പരക്കം പാച്ചിലായി. സെക്യൂരിറ്റി ഗാർഡ് സ്ട്രക്ചറുമായി ഓടി വന്നു. നഗരത്തിലെ ഏറ്റവും മികച്ച കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മെഹ്റ അവിടെ പാഞ്ഞെത്തി. താക്കൂറിനെ എമർജൻസി വാർഡിലേക്ക് മാറ്റി. ചായക്കടയിൽ നിന്ന് ആര്യൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വൈദ്യശാസ്ത്രം പഠിച്ച അവനൊരു കാര്യം ഉറപ്പായിരുന്നു. താക്കൂറിന് സംഭവിച്ചിരിക്കുന്നത് വെറുമൊരു ഹൃദയാഘാതമല്ല, അത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന ഗുരുതരമായ അവസ്ഥയാണ്. പുറത്ത് താക്കൂറിന്റെ വലങ്കയും കൊടും ക്രിമിനലുമായ കാലിയെ തന്റെ തോക്കുമായി ഡോക്ടർമാരെ വളഞ്ഞു. ഡോക്ടർ, താക്കൂർ സാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ നഗരം കത്തും. അയാളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. കാലിയുടെ ശബ്ദം ഇടിമുഴക്കം പോലെയായിരുന്നു. ആശുപത്രിയിൽ പരിഭ്രാന്തി പടർന്നു. ഡോക്ടർ മെഹ്റ പരിശോധന കഴിഞ്ഞ് പുറത്തു വന്നു. അയാളുടെ മുഖത്ത് ഭയമായിരുന്നു. താക്കൂർ സാറിന്റെ ധമനികളിലെ ബ്ലോക്ക് മാറ്റണമെങ്കിൽ സർജറി വേണം. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. സർജറി ചെയ്താൽ അദ്ദേഹം ടേബിളിൽ വെച്ച് തന്നെ മരിക്കും. ഒന്നും ചെയ്തില്ലെങ്കിൽ 15 മിനിറ്റിനുള്ളിൽ എല്ലാം കഴിയും. ഡോക്ടർമാർ കൈവിടുമെന്ന വാർത്ത പുറത്തെത്തിയപ്പോൾ കാലിയെ തന്റെ തോക്കിന്റെ കാഞ്ചി വലിച്ചു. ഹോസ്പിറ്റൽ ലോബിയിൽ നിലവിളികൾ ഉയർന്നു. ചായക്കടയിൽ നിന്നിരുന്ന ആര്യൻ പുസ്തകം താഴെ വെച്ചു. അവൻ തന്റെ അച്ഛനെ നോക്കി. അച്ഛാ, ഞാൻ പോകുന്നു. അവിടെ ഒരാൾ മരിക്കാൻ പോകുന്നു. വിശ്വനാഥൻ പരിഭ്രമിച്ചു. വേണ്ട മോനെ, അവർ മൃഗങ്ങളാണ്. അവൻ നിന്നെ കൊല്ലും. ആര്യൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അച്ഛാ, പണത്തിന് മുന്നിൽ ഡോക്ടർമാർക്ക് ഭയമുണ്ടാകാം, പക്ഷേ അറിവിന് മുന്നിൽ മരണത്തിന് പോലും തോൽക്കേണ്ടി വരും. എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ആര്യൻ തന്റെ പഴയ വസ്ത്രങ്ങൾ ഒന്ന് തട്ടിക്കുടഞ്ഞുകൊണ്ട് ആ ആഡംബര ആശുപത്രിയുടെ പടികൾ ഓടിക്കയറി. റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി അവനെ തടഞ്ഞു. ചായക്കാരനോ? ചായയുമായി ഇപ്പോൾ ആരും അകത്തേക്ക് പോകേണ്ടതില്ല, പുറത്തു പോ, അവൾ അലറി. ഞാൻ ചായക്കാരനല്ല, മെഡിക്കൽ വിദ്യാർത്ഥിയാണ്. താക്കൂറിനെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കും. ആര്യന്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷേ അതിൽ ഒരു അധികാരമുണ്ടായിരുന്നു. അവിടെ നിന്നിരുന്ന ഒരു ഗുണ്ട ആര്യനെ തള്ളി വീഴ്ത്തി. എടാ ചായക്കാരാ, നഗരത്തിലെ വലിയ ഡോക്ടർമാർ പേടിച്ചു നിൽക്കുമ്പോഴാണോ നിന്റെ പ്രകടനം? പോയി ചായ ഗ്ലാസ് കഴുകടാ.
ലോബിൽ പരിഹാസച്ചിരി ഉയർന്നു. ആര്യൻ നിലത്തുനിന്ന് എഴുന്നേറ്റു. അവന്റെ കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. അവൻ ഡോക്ടർ മെഹ്റയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ഡോക്ടർ, നിങ്ങൾ റൈട്രോഗ്രേഡ് അപ്രോച്ച് പരീക്ഷിച്ചോ? മെഹ്റ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. ഒരു സാധാരണ പയ്യൻ ഇത്രയും സങ്കീർണമായ മെഡിക്കൽ ടേം പറയുന്നത് മെഹ്റയ്ക്ക് വിശ്വസിക്കാനായില്ല. നിനക്ക് എങ്ങനെ അറിയാം ഇതൊക്കെ? മെഹ്റ ചോദിച്ചു. ഞാൻ നിങ്ങളുടെ കോളേജിലെ ആര്യൻ പാണ്ഡെയാണ്, കഴിഞ്ഞ സെമസ്റ്ററിലെ ഗോൾഡ് മെഡലിസ്റ്റ്. എനിക്കൊരു അവസരം തരൂ, ആര്യൻ പറഞ്ഞു. താലിയെ ആര്യന്റെ കോളറിൽ പിടിച്ചു. നോക്ക് ചെറുക്ക, നിനക്കൊരു അവസരം തരാം. പക്ഷേ എന്റെ ബോസിന്റെ നെഞ്ചിൽ നീ ഒരു മുറിവുണ്ടാക്കിയാൽ നിന്റെ അച്ഛന് ജീവനോടെ ഞാൻ ഈ ആശുപത്രിക്ക് മുന്നിൽ കത്തിക്കും. സമ്മതമാണോ? ആര്യൻ പുറത്തേക്ക് നോക്കി. അവിടെ തന്റെ അച്ഛൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവൻ കണ്ടു. അവൻ തിരിഞ്ഞു നിന്നു താലിയുടെ കണ്ണുകളിലേക്ക് നേരിട്ട് നോക്കി പറഞ്ഞു, സമ്മതം. പക്ഷേ ഞാൻ അകത്ത് കയറിയാൽ എന്റെ ജോലിയിൽ ആരും ഇടപെടരുത്. ആര്യൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നടന്നു. പച്ച നിറത്തിലുള്ള സർജിക്കൽ വസ്ത്രം ധരിച്ച് അവൻ പുറത്തു വന്നപ്പോൾ അവനിൽ ഒരു പുതിയ തേജസ് ഉണ്ടായിരുന്നു. ചായക്കടയിലെ ആര്യനല്ല, ലോകം കാണാനിരിക്കുന്ന ഒരു വലിയ സർജന്റെ രൂപമായിരുന്നു അത്. താക്കൂർ പ്രതാപ് സിംഗിന്റെ ശരീരം മേശപ്പുറത്ത് നിശ്ചലമായി കിടന്നു. പ്രധാന ധമനിയായ ലെഫ്റ്റ് മെയിൻ കോർണറി ആർട്ടറി കല്ലുപോലെ ഉറച്ച ബ്ലോക്കുകളാൽ അടഞ്ഞിരിക്കുന്നു. സർ, ഹൃദയമിടിപ്പ് 35ലേക്ക് താഴുന്നു. നമ്മൾ അയാളെ നഷ്ടപ്പെടുകയാണ്, ഡോക്ടർ പരിഭ്രമിച്ചു പറഞ്ഞു. ശാന്തനാവ് ഡോക്ടർ, എനിക്ക് ഇഞ്ച് കനമുള്ള ഗൈഡ് വയർ തരൂ, ആര്യൻ പറഞ്ഞു. സാധാരണ ഡോക്ടർമാർ ബ്ലോക്കിന്റെ മുൻവശത്തു കൂടിയാണ് കുഴലുകൾ കടത്തിവിടുന്നത്. എന്നാൽ ആര്യൻ തിരഞ്ഞെടുത്തത് ഹൃദയത്തിന്റെ പിൻഭാഗത്തുള്ള അതീവ നേർത്ത നാഡികളിലൂടെയുള്ള പാതയായിരുന്നു. പെട്ടെന്ന് മോണിറ്ററിൽ ഒരു വലിയ ശബ്ദം മുഴങ്ങി. രക്തസമ്മർദ്ദം കുത്തനെ താഴ്ന്നു. കാർഡിയാക് അറസ്റ്റ്. ആര്യൻ, നിന്റെ വയർ ഒരു നാഡിയിൽ സ്പർശിച്ചു. രക്തം ഉള്ളിലേക്ക് ഒഴുകുകയാണ്. ഡോക്ടർ ശർമ്മ അലറി. മെഹ്റ ആര്യനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ ആര്യൻ മാറിയില്ല. അവൻ തന്റെ വിരലുകളിലൂടെ അതിസൂക്ഷ്മമായ ചലനങ്ങൾ നടത്തി. നെക്ലിംഗ് ടെക്നിക്ക് എന്ന അതിസാഹസികമായ വിദ്യ അവൻ പ്രയോഗിച്ചു. സെക്കൻഡുകൾ നിശ്ചലമായതുപോലെ തോന്നി. ആര്യൻ തന്റെ കൈ വയറൊന്ന് തിരിച്ചു. പെട്ടെന്ന് മോണിറ്ററിൽ ആ അത്ഭുതം സംഭവിച്ചു. ഹൃദയമിടിപ്പ് പഴയ നിലയിലേക്ക് തിരിച്ചു വന്നു. രക്തം ഹൃദയത്തിലേക്ക് കുതിച്ചു പായാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, നീ അത് ചെയ്തു. മെഹ്റയുടെ കയ്യിൽ നിന്ന് സ്റ്റെതസ്കോപ്പ് താഴെ വീണു. ആര്യൻ ഒരു ദീർഘശ്വാസം വിട്ടു. ശസ്ത്രക്രിയ വിജയകരമായിരിക്കുന്നു. വാതിൽ തുറന്ന് ആര്യൻ പുറത്തിറങ്ങിയപ്പോൾ കാലിയും സംഘം തോക്കുമായി അവനെ വളഞ്ഞു. അദ്ദേഹം രക്ഷപ്പെട്ടു. ഇനി വിശ്രമം വേണം, ആര്യൻ പറഞ്ഞു. ലോബിയിൽ ആനന്ദാരവം മുഴങ്ങി. പക്ഷേ ആ സന്തോഷത്തിന്റെ പോലീസ് സൈറൻ മുഴങ്ങി. സിറ്റി പോലീസ് കമ്മീഷണർ സമർത്ഥ് സിംഗ് വൻ സംഘവുമായി അകത്തേക്ക് കയറി. ആര്യൻ പാണ്ഡ, നീ ചെയ്തത് സാഹസികമായിരിക്കാം, പക്ഷെ നിയമത്തിന് മുന്നിൽ നീ ഒരു കുറ്റവാളിയാണ്. ലൈസൻസ് ഇല്ലാതെ സർജറി ചെയ്തതിനും ഒരു കുറ്റവാളിയെ രക്ഷിച്ചതിനും നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യുന്നു. ആര്യന്റെ കൈകളിൽ വിലങ്ങുകൾ വീണു. അവൻ ശാന്തനായി കമ്മീഷണറെ നോക്കി പറഞ്ഞു, സർ, എന്റെ മുന്നിൽ കിടന്നത് ഒരു ക്രിമിനൽ അല്ല, പിടയുന്ന ഒരു ഹൃദയമായിരുന്നു. ജീവൻ നിലനിർത്തുക എന്നതാണ് ഒരു വൈദ്യശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എന്റെ ധർമ്മം. കാലിയെ തോക്കുമായി മുന്നോട്ട് വന്നുവെങ്കിലും ആര്യൻ അവനെ തടഞ്ഞു. നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ, എനിക്ക് ഭയമില്ല, അവൻ പറഞ്ഞു. ചായക്കടക്കാരന്റെ മകനെ അറസ്റ്റ് ചെയ്ത വാർത്ത നഗരത്തിൽ കാട്ടുതീ പോലെ പടർന്നു. സാധാരണക്കാർക്ക് അവൻ സ്വന്തം മകനെ പോലെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആര്യനായി ശബ്ദമുയർത്തി. മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. വിശ്വനാഥൻ ജയിൽ കവാടത്തിന് മുന്നിൽ നിരാഹാരം ആരംഭിച്ചു. എന്റെ മകൻ ആരെയും കൊന്നിട്ടില്ല, ഒരാളെ രക്ഷിക്കുകയാണോ ഈ നാട്ടിലെ കുറ്റം? ആ വൃദ്ധന്റെ കരച്ചിൽ നഗരം മുഴുവൻ കേട്ടു. ആശുപത്രി ഡീൻ അഗർവാൾ ആര്യന്റെ മെഡിക്കൽ വിദ്യാഭ്യാസം റദ്ദാക്കാൻ ശ്രമിച്ചു. തങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഒരു ചായക്കടക്കാരൻ പയ്യൻ ചെയ്തു എന്നത് അവർക്ക് നാണക്കേടായിരുന്നു. എന്നാൽ 5-ാം ദിവസം പുലർച്ചെ താക്കൂർ പ്രതാപ് സിംഗ് കണ്ണുകൾ തുറന്നു. തന്റെ ജീവൻ രക്ഷിച്ചത് ആര്യനാണെന്നും അവൻ ജയിലിലാണെന്നും അറിഞ്ഞ താക്കൂറിന്റെ കണ്ണുകളിൽ ക്രോധം നിറഞ്ഞു. താക്കൂർ കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു, കമ്മീഷണർ, എന്റെ ജീവൻ രക്ഷിച്ചവനെ ശിക്ഷിക്കാൻ നോക്കിയാൽ ഈ നഗരത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ സുരക്ഷിതമായിരിക്കില്ല. പരാതികൾ ഇപ്പോൾ തന്നെ പിൻവലിക്കണം.
ടാക്കൂറിന്റെ വാക്ക് ഒരു ഉത്തരമായിരുന്നു. അരമണിക്കൂറിൽ ആര്യനെതിരെയുള്ള എല്ലാ പരാതികളും പിൻവലിക്കപ്പെട്ടു. വൈകുന്നേരം 4 മണിയോടെ ജയിൽ കവാടം ആര്യനായി തുറന്നു. ജയിൽ മോചിതനായ ആര്യനെ ജനങ്ങൾ തോളിലേറ്റി ആഘോഷിച്ചു. ഠാക്കൂർ പ്രതാപ് സിംഗ് അവനെ തന്റെ ബംഗ്ലാവിലേക്ക് വിളിപ്പിച്ചു. അവിടെ പണവും സ്വർണവും നിറഞ്ഞ ഒരു വലിയ പെട്ടി ആര്യന്റെ മുന്നിൽ വെച്ചു. ഇത് നിനക്കുള്ള സമ്മാനമാണ്. നീ ഇനി ചായ വിൽക്കേണ്ടതില്ല. എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം, ഠാക്കൂർ പറഞ്ഞു. ആര്യൻ ആ പെട്ടി നോക്കി പുഞ്ചിരിച്ചു. ക്ഷമിക്കണം ഠാക്കൂർ സാർ, എനിക്ക് ഈ പണം വേണ്ട. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഈ തോക്കുകളും അക്രമവുമാണ്. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ അക്രമം ഉപേക്ഷിക്കൂ. ഈ പണം കൊണ്ട് പാവപ്പെട്ടവർക്ക് ചികിത്സ കിട്ടുന്ന ഒരു ആശുപത്രി പണിയോ. പണമില്ലാത്തത് കൊണ്ട് ഒരു ചായക്കാരന്റെ മകളും ചികിത്സ കിട്ടാതെ മരിക്കരുത്. ആര്യന്റെ വാക്കുകൾ കേട്ട് ഠാക്കൂർ സ്തംഭിച്ചു പോയി. ആദ്യമായി ഒരാൾ തന്നെ തിരുത്തുന്നത് ഠാക്കൂർ കണ്ടു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇന്നു മുതൽ ഈ ഠാക്കൂർ പ്രതാപ് സിംഗ് മരിച്ചു. ഇനി ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന മനുഷ്യനായിരിക്കും, ഠാക്കൂർ പ്രഖ്യാപിച്ചു. അടുത്ത 3 വർഷം നഗരം വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു. ഠാക്കൂറിന്റെ അധോലോക സാമ്രാജ്യം ഇല്ലാതായി. ആര്യൻ തന്റെ മെഡിക്കൽ പഠനം 1ാം റാങ്കോടെ പൂർത്തിയായി. ഠാക്കൂർ പണിത പാണ്ഡെ ഹെൽത്ത് സിറ്റി പാവപ്പെട്ടവരുടെ അഭയസ്ഥാനമായി മാറി. 10 വർഷങ്ങൾ കടന്നുപോയി. ഇന്ന് ആ നഗരത്തിലെ ഏറ്റവും വലിയ കാർഡിയോതെറാസിക് സർജനാണ് ഡോക്ടർ ആര്യൻ പാണ്ഡെ. വിദേശങ്ങളിൽ നിന്ന് പോലും ഡോക്ടർമാർ അവന്റെ ശസ്ത്രക്രിയ വിദ്യകൾ പഠിക്കാൻ എത്തുന്നു. ആശുപത്രിയുടെ കവാടത്തിൽ കൈകളിൽ പുസ്തകവുമായി നിൽക്കുന്ന ഒരു പയ്യന്റെയും ഒരു വൃദ്ധന്റെയും ശില്പമുണ്ട്. വിശ്വനാഥൻ ഇപ്പോഴും അവിടെ ചായ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് വിൽക്കാനല്ല, ആശുപത്രിയിൽ വരുന്നവർക്ക് സ്നേഹത്തോടെ നൽകാൻ. ഓരോ ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ആര്യൻ തന്റെ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലും. പ്രതിഭയ്ക്ക് ജാതിയോ പണമോ ഇല്ല, അത് മനുഷ്യത്വത്തിന്റെ ഭാഷയാണ് എന്ന വാചകം ആ ആശുപത്രിയുടെ ചുമരുകളിൽ തിളങ്ങുന്നു. ചായക്കടയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഒരു വലിയ വിപ്ലവമായി മാറിയിരിക്കുന്നു. ലോകം അവനെ വിളിച്ചു ഹൃദയങ്ങളുടെ ഡോക്ടർ.